എൻ്റെയൊക്കെ ഒരു ഏജിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി സ്ക്രീനിങ് ടെസ്റ്റ്, ക്യാൻസറിൻ്റെ ആണെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാം. അല്ലെ നമ്മൾ ജസ്റ്റ് നമുക്ക് ഷുഗർ ഉണ്ടോ, അല്ലെ BP ഉണ്ടോ, അല്ലെ കൊളസ്ട്രോൾ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണമെന്ന്. ചിലരതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. പക്ഷേ വേറെ ചിലർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്, ഈ ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, പിന്നെ നമ്മളതിൻ്റെ പുറകെ പോകണ്ടേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരോടൊക്കെ എനിക്കൊന്ന് പറയാനുണ്ട്, നമുക്ക് ഓൾറെഡി സൂചി കൊണ്ട് എടുക്കുന്ന ഒരു സംഭവം പിന്നെ നമുക്ക് തൂമ്പ കൊണ്ട് തന്നെ എടുക്കേണ്ടി വരും. നമുക്കൊരു ക്ഷീണം വരില്ല എന്ന് വിചാരിക്കരുത്. നമ്മളിടയ്ക്ക് നമുക്കൊരു ഏജൊക്കെ ആയി കഴിയുമ്പം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു രോഗലക്ഷണങ്ങൾ, നമുക്ക് ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യ ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മൾ ഈ വിദേശീയരെയൊക്കെ നോക്കാറില്ലേ, അവരൊക്കെ അത്യാവശ്യം ഒരു ഏജൊക്കെ ആകുമ്പോൾ എല്ലാ ടെസ്റ്റുകളും ചെയ്യാറുണ്ട്. നമ്മൾ ശരിക്കും കേരളത്തിലുള്ള മലയാളീസ് മാത്രമായിട്ടോ നമ്മളിങ്ങനെ ഒരു ടെസ്റ്റുകളും ചെയ്യുന്നില്ല, നമ്മളൊന്നും ചെയ്യാതെ നമ്മളിതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത്. പക്ഷെ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുവാന്ന് നമ്മൾ പറയുമല്ലോ. പക്ഷെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എല്ലാ പേരൻസും ചിന്തിക്കേണ്ടതായ ഒരു കാര്യം, അവനോനൊരു പ്രായമായി കഴിഞ്ഞാൽ അവനോന് എന്തെങ്കിലും രോഗമുണ്ടോ, അല്ലെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ, ഒരു ഏജ് ആയി കഴിയുമ്പോൾ അത്യാവശ്യ ടെസ്റ്റുകൾ അല്ല എല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ പറ്റൂ. ഇതൊന്നും ചെയ്യാതെ നമുക്ക് മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ ഒരിക്കലും പറ്റില്ല. നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മുടെ മലയാളികളൊക്കെ അങ്ങനെയാണ്, മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷെ അതിൽ പകുതി നമ്മൾക്കും പകുതി മക്കൾക്കും വേണ്ടിയായിട്ട് ജീവിക്കണം എന്നാണ് ഞാൻ പറയുന്നൊരു കാര്യം. ഇതെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ.